ഞങ്ങൾ 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വൈഷ്ണവിന് ഉണ്ടാക്കുന്ന പാസ്ത, എൻ്റെത് ഒരു നാടൻ വിഭവമാണ്. അത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയണ്ടാവില്ല. ചെറുപയർ വെച്ചിട്ടുള്ള, ചെറുപയറും ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ള ഒരു ചെറിയ സ്വീറ്റ് പോലെ. ചെറുതിലേക്ക് എനിക്ക് അനിയനൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ട് അമേസോ ചീസാ, അമേസോ അല്ല, ഇത് പാർമേസാൻ ചീസ്. ആമസോൺ. ഇതിന് സ്പെഷ്യൽ ചീസ് വേണോ? യെസ് യെസ്. നോക്കാം, നമുക്ക് ഒരു പുതിയ വിഭവം കഴിച്ചു നോക്കാമല്ലോ. ഇതിപ്പോൾ ആയി കാണും, എന്ത് കാണും. അപ്പോൾ ചെറുപയർ, അത് ശർക്കരയൊക്കെ മെൽറ്റ് ആവുന്നുണ്ട്. വിഷ്ണുവിൻ്റെ പാസ്ത വെന്ത് തുടങ്ങി. നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ, ഉമ്മയ്ക്കേണ്ട പോലെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറേ വർഷങ്ങളായി ഇത് കഴിച്ചിട്ട്. ഏലക്ക പൊടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടായ മതി. ചെറുപയർ പായസം റെഡി. വൈഷ്ണവിൻ്റെ ആയിട്ടില്ല. വൈഷ്ണവിൻ്റെ അതാ പാസ്ത വെന്തു. ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. അത് ഈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. എല്ലാം കഴിഞ്ഞു. വൈഷ്ണവിൻ്റെ വൈഷ്ണവ് ഉണ്ടാക്കട്ടെ, നമുക്ക് മാറിക്കിടാം. ആദ്യം പാനിൽ ബട്ടർ ഇടണം അല്ലേ? ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്കും ഗാർലിക് ആയിരിക്കും. ഗാർലിക് എത്ര എടുത്തു? 3 2 ഗാർലിക്. വൈഷ്ണവിന് ചൂട് പേടിയാട്ടോ, തീ പേടിയാണ് അല്ലേ വൈഷ്ണവ്? വൈഷ്ണവ് പേടിച്ചിടല്ലേ? ഇതൊക്കെ ശീലിക്കട്ടെ. ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാൻ ഇങ്ങനെ കുക്ക് ചെയ്യൊക്കെ വേണ്ടേ? ഫ്രഷ് ക്രീം എന്തോരം വേണ്ടേ? സ്പൂണാ ചെയ്യാം. ഗാർലിക്കും ബട്ടറും ഫ്രഷ് ക്രീമും. ഇത് സ്റ്റിർ ചെയ്തുകൊണ്ട് ഇരിക്കണ നേരത്ത് നമ്മുടെ ചീസ് ഇടണം. ചീസ് ഇങ്ങനെ ചെയ്തിടണം. നല്ലോണം മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒടിയും ഇങ്ങനെ മുറിയും. അതാണ് പാകം. മക്രോണി എന്തൊന്നും അതിന് പറയണേ? മതിയായിരിക്കും. ഗ്രേവി ഉണ്ടാവില്ല. ഒറിഗാനോൻ്റെ ഇത് ഇടണം കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ. സോസൊന്നും വേണ്ട. ആഡ് ചെയ്യണേ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ടാണ് പാസ്ത വേവിച്ചത്. എന്നിട്ട് ക്രീം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്യാം കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് കുറച്ച് ക്രീം. പാസ്ത റെഡി. ചെറുപയർ
ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്തിരി മധുരം കൂടുതലാണെന്നുള്ള ശർക്കര ഇത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, വലിയ കൂടുതലൊന്നുമില്ല കേട്ടോ. നല്ലൊരു എന്താണ് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ചെറുപയറല്ലേ, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പിന്നെ തേങ്ങയും ശർക്കരയും എല്ലാം ഗുണമുള്ള സാധനം.